വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് 4 ഘട്ടവും കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്രയായിരിക്കും കട്ട് ഓഫ്, ആരൊക്കെ ഇനി മെയിൻസ് എക്സാമിന് പഠിച്ചു തുടങ്ങണം, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ത്രൂ ഔട്ട് കാണാൻ മറക്കണ്ട കേട്ടോ. ദാ നോക്കൂ, 10th പ്രിലിംസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 ഘട്ടങ്ങളിലായിട്ടാണ് കഴിഞ്ഞത്. അതിനകത്ത് സ്റ്റേജ് 3 ആയിരുന്നു കമ്പാരിറ്റീവ്ലി ഈസി. അത്യാവശ്യം PYക്കും കാര്യങ്ങളൊക്കെ കയറി വന്ന ഒരു ഘട്ടമായിരുന്നു തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. 1ഉം 4ഉം ഒരു എബവ് ആവറേജ് ലെവലായിരുന്നു. അതായത് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 3-4 ക്വസ്റ്റ്യൻസ് ടഫ് ലെവലിലും അത്യാവശ്യം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്കൊരു ആവറേജ് ലെവലിലും നിൽക്കുന്ന ഒരു ഘട്ടമായിരുന്നു. സെക്കൻഡ് സ്റ്റേജ് ഒരു ആവറേജ് ലെവലിലുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ 4 ഘട്ടങ്ങളിലായിട്ട് നടന്ന 10th പ്രിലിംസിൻ്റെ ഒരു ജനറൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് തീരുമാനിക്കുമ്പം തീർച്ചയായിട്ടും നോർമലൈസേഷൻ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു 4 ടയർ അല്ലെങ്കിൽ 3 ടയറിൽ നടക്കുന്ന ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നോർമലൈസേഷൻ്റെ ഇമ്പാക്റ്റോട് കൂടിയിട്ടേ നമുക്ക് എന്ത് വരുള്ളൂ, കട്ട് ഓഫ് വരുള്ളൂ. 10th പ്രിലിംസ് എക്സാം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എക്സാം എഴുതിയത് പ്രധാനമായിട്ടും 2 പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് സെക്രട്ടേറിയറ്റ് OAയും അതോടൊപ്പം തന്നെ ലാബ് അസിസ്റ്റൻറ്റും അല്ലേ. അപ്പം ഈ ഒരു 2 പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾ എഴുതിയത്. ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് OAയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും വിജ്ഞാപനം കണ്ടതാണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേയും കാര്യങ്ങളൊക്കെ അറിയാം. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് നമ്പർ ഓഫ് വേക്കൻസീസിൽ കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഓൾറെഡി 400-ലധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടേറിയറ്റ് OAയുടെ അഡ്വൈസ് സ്റ്റാറ്റസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. മെയിൻ ലിസ്റ്റിൽ 860-ലധികം ഉദ്യോഗാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും എല്ലാം കൂടെ കൂട്ടി 893-ലധികം അഡ്വൈസ് സെക്രട്ടേറിയറ്റ് OAയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല മെയിൻ ലിസ്റ്റ് 1.5 വർഷത്തിനുള്ളിൽ എക്സോസ്റ്റഡ് ആയിരുന്നു. NJD നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ NJD എന്ന് പറയുന്നത് എന്താണ്, നോൺ ജോയിനിങ് ഡ്യൂട്ടി. അതായത് സെക്രട്ടേറിയറ്റ് OAയും LDCയും എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരേ സമയത്താണ് റാങ്ക് ലിസ്റ്റ് വന്നത്. സോ ഈ കുട്ടികൾ 2 ലിസ്റ്റിലും കോമൺ ആയിട്ട് കുട്ടികൾ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുമ്പം തിരുവനന്തപുരം ജില്ലയിലായിരിക്കും കൂടുതൽ നിയമനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ജില്ലയിൽ പ്രിഫർ ചെയ്ത് അവിടെ ജോയിൻ ചെയ്യുകയും ഈ അഡ്വൈസ് ഡെലീഷനിൽ പോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഏകദേശം 1.5 വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ അറിയാം. ഈഴവ കാറ്റഗറിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 2, അതുപോലെ SC കാറ്റഗറിയിൽ 65, ST 22. അപ്പോൾ ഇത്രയധികം അഡ്വൈസസ് അവിടെ പോയി കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇനി അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഏകദേശം 400-ലധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്രാവശ്യം നമുക്കറിയാം അതിൽ നല്ല രീതിയിൽ തന്നെ ഏകദേശം ഒരു 800-നും 1000-നും ഇടയിൽ തന്നെ ഉദ്യോഗാർത്ഥികൾ നമുക്ക് ഇപ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 69.67 ആയിരുന്നു സെക്രട്ടേറിയറ്റ് OAയുടെ കട്ട് ഓഫ്. ഇനി നമ്മൾ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലാബ് അസിസ്റ്റന്റിൽ നിങ്ങൾ എല്ലാവരും നമ്പർ ഓഫ് വേക്കൻസീസ് കണ്ടതാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസിൻ്റെ എണ്ണം ഇതും അതുപോലെ തന്നെ ബാക്കി ജില്ലകളിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസുമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജ്ഞാപനം അനുസരിച്ച് വന്ന റാങ്ക് ലിസ്റ്റിൽ എല്ലാ ജില്ലകളുടെയും വേക്കൻസീസ് അല്ലെങ്കിൽ പോയ അഡ്വൈസുകളുടെ എണ്ണം കൂട്ടി നോക്കിയാൽ ചെറുതൊന്നുമല്ല, 788 അഡ്വൈസ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ നിയമനം നടക്കുന്ന ഒരു വേക്കൻസി അല്ലെങ്കിൽ ഒരു തസ്തിക തന്നെയാണ് നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫുകളിലേക്ക് ഒന്ന് പോവാം. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് സെക്രട്ടേറിയറ്റ് OA ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 69.67 ആണ്. ഇനി ലാബ് അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ കൊല്ലം 83.67, പത്തനംതിട്ട 79.33, ആലപ്പുഴ 72.67, കോട്ടയം 82.33, ഇടുക്കി 72.33, തൃശ്ശൂർ 76, പാലക്കാട് 84, കോഴിക്കോട് 83, വയനാട് 70.67, കണ്ണൂർ 83.67, അതുപോലെ തന്നെ കാസർഗോഡ് 79. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ജില്ലാ തലത്തിലുള്ള നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. സോ ഈ 2 പരീക്ഷകളുടെയും പ്രീവിയസ് കട്ട് ഓഫ്സും നടന്ന നിയമനങ്ങളുടെയും കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം പറയാൻ സാധിക്കും 70-നോട് അടുത്ത് തന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 70 മാർക്കിനോട് അടുത്ത് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾറെഡി സെക്രട്ടേറിയറ്റ് OAയ്ക്ക് 400-ലധികം വേക്കൻസി ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ 3 വർഷത്തിനുള്ളിൽ ഒരു 1000-ന് അടുത്ത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ജോലി സാധ്യതയുള്ള ഒരു പരീക്ഷ തന്നെയാണ് ഈ മെയ് മാസം നടക്കാൻ പോകുന്ന ഈ മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം 70 മാർക്കിനടുത്ത് കട്ട് ഓഫ് ഉണ്ട് എങ്കിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം.
മെയിൻസ് മെയിലാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ആയിക്കോട്ടെ, ലാബ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, മെയ് മാസത്തിലാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഫെബ്രുവരിയാണ്. ഇനി നമ്മുടെ കയ്യിൽ എല്ലാം കൂടെ നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ മുന്നിലുള്ളത് ഏകദേശം 60-70 ദിവസമാണ്. ഈ 60-70 ദിവസത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രിലിംസിൽ പഠിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷേ ഇത് നടക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് മെയിൻസ് ആണ്. ഇവിടെ വരുന്ന ചോദ്യങ്ങളുടെ നിലവാരത്തിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാവും. പഠിച്ച കാര്യങ്ങളെ കുറച്ചും കൂടി ഡെപ്തിൽ നന്നായി അനലൈസ് ചെയ്ത് പഠിക്കുന്നതിനോടൊപ്പം കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ ഫെമിലറൈസ്ഡ് ആവണം, വേണ്ടേ? നല്ലൊരു അവസരം നമ്മുടെ കയ്യിൽ വന്നിട്ട് നമ്മൾ തട്ടിക്കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി 70നോടടുത്ത് കട്ട് ഓഫ് ഇല്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരോട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന വലിയൊരു അവസരമാണ് ASM എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ അവസരങ്ങളും ജോലി സാധ്യതകളും ഒക്കെ ഉള്ള ഒരു വലിയൊരു പരീക്ഷയാണ് ASM. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു അവസരം. അപ്പം സെയിം സിലബസ് ആണ് ഈ പരീക്ഷ രണ്ടിലും ഉണ്ടായിരുന്നത്. ASM ആയാലും ഈ പറയുന്ന 10th പ്രിലിംസ് ആയാലും ഒരേ എക്സാമാണ്. അവിടെ വേറൊരു പ്രത്യേകതയും കൊണ്ട് ഒറ്റ എക്സാമേ ഉള്ളൂ, അല്ലേ? പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്നത് 2 എക്സാം ഇല്ല, ഒറ്റ എക്സാമേ ഉള്ളൂ ASMന്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പരീക്ഷയ്ക്ക് അർഹിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. സിലബസ് സെയിം ആയിരുന്നു, അപ്പം എന്തുകൊണ്ട് എനിക്കിവിടെ കട്ട് ഓഫ് കുറഞ്ഞു എന്ന ചോദ്യമാണ് ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത്. അവിടെ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ വന്ന കുഴപ്പം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ ചോദ്യങ്ങൾ പരിശീലിക്കാത്തത് കൊണ്ടാണോ, മോക്ക് എക്സാംസ് എഴുതാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ട് നമുക്ക് ആ ഒരു മാർക്കിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല? അത് കൃത്യമായി മനസ്സിലാക്കുക. ഓരോ പരീക്ഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള വിജയ സ്ട്രാറ്റജി ഉണ്ട്. അത് മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റവും നല്ല റാങ്കിലും കയറാനും അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് സർവീസിൽ കയറാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ 2 കൂട്ടരും 70 മാർക്കിനടുത്ത് കട്ട് ഓഫ് ഉണ്ട് എങ്കിൽ ഒന്നും നോക്കാനില്ല, നമ്മുടെ മെയിൻസ് എക്സാമിന് പഠിച്ചോളുക, നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കതില്ല എങ്കിൽ ഒരു ടെൻഷനും വേണ്ട, ASM വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളാണ്. പക്ഷെ ഒരുപാട് സമയം പരീക്ഷയ്ക്കായിട്ട് നമ്മുടെ മുന്നിലില്ല. സമയമാണ് കുറവ്, അവസരങ്ങളുണ്ട്, പക്ഷെ സമയമാണ് കുറച്ച് കുറവ്. അവിടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൃത്യമായി മോൾഡ് ചെയ്യാനുള്ള ശ്രമമാണ് ആദ്യം വേണ്ടത്, കേട്ടോ? അപ്പോൾ ഒരുപാട് അവസരങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയല്ല വേണ്ടത്, പരിശ്രമിക്കുകയാണ് വേണ്ടത്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 10th മെയിൻസ് പുതിയ ബാച്ച്, സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റൻറ്റ് പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഫീസിൽ ഉദ്യോഗാർത്ഥികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഫീസിൽ കൃത്യമായ പഠന സ്ട്രാറ്റജിയുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരും റാങ്ക് ഹോൾഡേഴ്സുമാണ് ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടാവുക. സോ നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക, ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട്. ഇനി വരാൻ പോകുന്ന 70 ദിവസം ധാരാളമാണ് ഈ ഒരു 10th മെയിൻസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. കൂടുതൽ വിവരങ്ങൾക്ക്, കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ASM എക്സാമിലേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രമിക്കാവുന്ന ഒരു എക്സാമാണ്. ഒറ്റ എക്സാമേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് പഠിച്ച് പാസ്സാകാൻ പറ്റുന്ന എക്സാം. ഓക്കെ, സോ ആ ഒരു എക്സാമിലേക്കും നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ച്, റാങ്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ 2 ബാച്ചുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക. കാരണം ഈ റാങ്ക് ഹോൾഡേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ചാറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നമ്മൾ വളരെയധികം ലൈവ് ആയിരിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക, സമയം കുറവാണ്, വേഗം പഠിച്ചു തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഫ്രീ ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോടൊപ്പം അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യുക. ആൻഡ് നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ. മറക്കണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും. നമ്മൾ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങി ഒരുപാട് പേര്. വേഗം അവരോടൊപ്പം ചേർന്ന് നമുക്ക് പഠിക്കാം, ഏറ്റവും നല്ല റാങ്കിൽ വരാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്